ദാറ്റ് സൈലൻസ്. ഞാൻ ഒരു കാര്യം പറയട്ടെടാ, എന്റെ മനസ്സിലൊരു വിശ്വാസം ഉണ്ടായിരുന്നു ബാബു എന്തെങ്കിലും മിണ്ടുവെന്ന്. ഞാൻ വെറുതെ പറഞ്ഞു എന്റെ ബിസിനസ് പാർട്ട്ണർ ഒന്നുമല്ല. ഇനി എന്റെ ഈ കാറില്ലാത്ത കാരണം അങ്ങേറെ കാറൊന്നും ഞാൻ വാങ്ങിച്ചു. വീണ പൂച്ച പച്ചവെള്ളം കണ്ടാലും പേടിക്കും കേട്ടാ. ശരിയാണ് മുരളി, അതിന്റെ മുരളിയുടെ അവസ്ഥ തന്നെയല്ലേ ഇപ്പോഴും? ജിമ്മിൽ പോകുന്നുണ്ടോ? എന്ത് മുരളി മുട്ട കഴിക്കുന്നതിന്റെ ഒരു നാറ്റം അടിച്ചല്ലേ? ഈ സൈഡിൽ അത് ഓക്കെ, ലാസ്റ്റ് ലൈഫിലാണ്. ഈ സൈഡിൽ കറുത്ത പെയിന്റ് ഓക്കെ, ആ സൈഡില് കാര്യം ഒന്ന് പറയാം. ഇന്ത്യൻ ചോദിച്ചില്ല വാട്ട് ഇസ് ദിസ്? This is my ex-boyfriend. He cheated me, so I just avoided him, and I cry every day. And I cry. അല്ല അവളുടെ എക്സ്പ്രഷൻ ഒക്കെ കണ്ടടാ, അവള് കറക്റ്റ് സീരിയലാ. ഇവള് സീരിയലിൽ ജനിച്ചു വീണതാണ്, മനസ്സിലായ? ബിഗ് ബോസ് സീരിയലൊക്കെ കണ്ട് ഇങ്ങനെ ആയി പോയി ഇവള്. നിങ്ങളുടെ ഹീറോ തോറ്റെന്നാണ്. കാലം ഏതൊരു ഭീരുവിനും വീരനാകാൻ ഒരു അവസരം നൽകാറുണ്ട്. ആ അവസരമാണിത്. ബാബു, അതുപോലെ വേറൊരു കാര്യമാണ്, പുറത്തേക്കുന്ന ചിന്നമ്മയുടെ ബോയ്ഫ്രണ്ടിന് ആനവാല് കിട്ടി, പകരം പുള്ളിയുടെ 2 താടിന്ന് ഒരെണ്ണം പിഴുതു തരുമോ? പുള്ളിയുടെ 2 താടിന്ന് ഒരെണ്ണം പിഴുതു തരുമോ? ഇത് കണ്ടാ നിങ്ങൾ വേറെ കാര്യം ചോദിച്ചാ, എലിയുടെ പ്രൈമിൽ ഒരു 10 പേരുണ്ടാ കോമഡി പറയുമ്പോ അപ്പഴും ഇറങ്ങി ഓടിക്കളഞ്ഞു, തിരിച്ചൊന്നും മിണ്ടാൻ പോലും പറ്റാതെ അപ്പഴും ഓടി. അവിടുന്ന് ഒരു 10 പേര് ഇറങ്ങി ഓടിക്കളഞ്ഞു. നോക്കിയോടെ കണ്ട AFK നിന്നോ വരെ ആ കോമഡി ആയിട്ട് ഓടി, റിപ്ലൈ പറയില്ലാതെ. ഈ സമയത്ത് എന്റെ POV കണ്ടവന്മാര് മാത്രം ഞാൻ പൊട്ടനെ പോലെ ഇങ്ങനെ ഇരിക്കണം അതിനകത്ത്. നീ ഒരു വാക്കുപോലും സംസാരിക്കാൻ എന്താണ്? ഇതിനു മുകളിൽ ഇനി പോത്തച്ചിന് വായിക്കാനില്ല. നിങ്ങൾ ഇപ്പൊ അതൊന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണേ RP. അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എലി എഴുതി പഠിച്ചുകൊണ്ട് വന്നതാ. ഞാൻ ഉറപ്പ് പറയാം, എന്നെ എപ്പോഴെങ്കിലും കാണുമ്പോ ഇത് പറയണം എന്ന് പറഞ്ഞ് നോട്ട് പാഡിൽ അവള് സേവ് ചെയ്ത് വെച്ചിരുന്നതാ, മനസ്സിലായ? അതെനിക്ക് 100% ഉറപ്പാ. ഇനി എന്തെങ്കിലുമൊക്കെ സെറ്റ്